കേരളത്തിലെ ബി.ജെ.പിയുടെ കീഴ്ഘടകങ്ങളിൽ വർക്ക് ചെയ്യുന്നവര് അവര് ജോലി ഭാരം കാരണം രാജിക്കൊരുങ്ങുന്നു എന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പടർന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ എൻ്റെ ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത് ബി.ജെ.പി അണികളായിട്ടുള്ളവര് അല്ലെങ്കിൽ അനുഭാവികളായിട്ടുള്ളവര് ഈ വീഡിയോ ഒന്ന് കാണണം, അഭിപ്രായം പറയണം. കാരണം വെറും മൂന്ന് ഉദാഹരണങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വെക്കുന്നത്. നമസ്കാരം. ഇപ്പോ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് ചുമതലയേറ്റതിന് ശേഷം കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കീഴ്ഘടകങ്ങളിലുള്ള, അതായത് മണ്ഡലം പ്രസിഡന്റുമാര് അല്ലെങ്കിൽ ജില്ലാ പ്രസിഡന്റുമാര്, ബൂത്ത് തലത്തിലുള്ളവര്, ഇവർക്കൊക്കെ ജോലി ഭാരം വളരെ കൂടുതലാണ്. ഒരു കോർപ്പറേറ്റ് കമ്പനിയെ പോലെ പ്രവർത്തിക്കേണ്ടി വരുന്നു. അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്നത് കോർപ്പറേറ്റ് കമ്പനിയുടെ സിഇഒയെ പോലെ പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു ആരോപണം അതാണ് ഇപ്പോ മാധ്യമങ്ങളിലെല്ലാം ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു അവസരത്തിൽ എനിക്കുണ്ടായ 3 അനുഭവങ്ങൾ അത് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വെക്കുന്നത്. ഇത് കൃത്യമായിട്ട് ബി.ജെ.പി നേതാക്കൾ കാണണം എന്നെനിക്ക് ആഗ്രഹമില്ല. എന്നാലും ബി.ജെ.പി അനുഭാവികളായിട്ടുള്ളവരും ബി.ജെ.പി അണികളായിട്ടുള്ളവരും ഇത് നിർബന്ധമായിട്ട് കണ്ടിട്ട് നിങ്ങൾക്കും ഉണ്ടായ അനുഭവങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവിടെ കമന്റിലൂടെ രേഖപ്പെടുത്തണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് എനിക്ക് നിങ്ങൾക്ക് മുമ്പിലേക്ക് വെക്കാനുള്ളത്. അപ്പോൾ 3 ഉദാഹരണങ്ങളിൽ ആദ്യത്തെ ഒരു ഉദാഹരണം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഞാൻ പറയാം. കഴിഞ്ഞ ലോക്സഭ ഇലക്ഷൻ നടക്കുമ്പോൾ എൻ്റെ ഫ്രണ്ടിന്റെ ഭാര്യയായിരുന്നു ഒരു സ്ഥാനാർത്ഥിയുടെ സോഷ്യൽ മീഡിയ മുഴുവൻ കൈകാര്യം ചെയ്യുന്ന വ്യക്തി എന്ന് പറയുന്നത്. അതായത് അവരുടെ ബി.ജെ.പിയിലെ അനുഭവം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അവർ വീടിന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ബി.ജെ.പിയുടെ താഴേക്കിടയിലുള്ള ആ ഒരു പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ചിട്ടില്ല. പക്ഷേ അവര് ഒരു സ്ഥാനാർത്ഥിയുടെ സോഷ്യൽ മീഡിയ മുഴുവൻ ഹാൻഡിൽ ചെയ്യുന്ന ഒരു അവസ്ഥയിലോട്ട് ചുമതലക്കാരിയായി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അവിടെ അവര് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ബി.ജെ.പിക്കാര് പോലും അല്ല അവർക്ക് സോഷ്യൽ മീഡിയയിൽ ഇടാനുള്ള ആ ഒരു ഫോട്ടോസ് അല്ലെങ്കിൽ പോസ്റ്റുകൾ എന്ന് പറയുന്നത് കൊടുക്കുന്നത്. അവര് ഓരോ വീട്ടുകാർ പറയുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ സ്ഥാനാർത്ഥി വന്നോ, അങ്ങനെയെങ്കിൽ ആ ഫോട്ടോ ഒന്ന് അയച്ചു തരോ എന്നുള്ള ചോദ്യങ്ങളുമായിട്ട് നടക്കുക. ഇതാണ് യഥാർത്ഥത്തിൽ ഞാൻ നേരിട്ട് കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. മാത്രമല്ല, ഈ സോഷ്യൽ മീഡിയയുടെ കാര്യത്തിൽ പറയുമ്പോൾ ഒരു ഹാഷ്ടാഗ് എന്താണെന്ന് പോലും അറിയാൻ പാടില്ലാത്ത ഒരു വ്യക്തിയാണ് ഇവരെന്ന് പറയുന്നത്. അപ്പോ ലോക്സഭ ഇലക്ഷനിൽ യഥാർത്ഥത്തില് എന്താണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത്? പക്ഷെ ഇപ്പോ യഥാർത്ഥത്തിൽ ആരോപണമായിട്ട് വന്നിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ എല്ലാ കാര്യങ്ങളും പ്രൊഫഷണൽസിനെ വെച്ച് മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുക്കാം. അതായത് എൻ്റെ വീട്ടിൽ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ മക്കളാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ മാമൻ എന്നാ വിളിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തെ രഘുമാമൻ എന്ന് പറഞ്ഞ് പേരിട്ട് വിളിക്കാൻ വേണമെങ്കിൽ യഥാർത്ഥത്തിൽ രഘു അല്ലാട്ടോ. അപ്പോ അദ്ദേഹം 4 തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായിട്ട് മത്സരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ ഇത്തവണയും സ്ഥാനാർത്ഥിയായി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലൂടെ പലപ്പോഴും ഞാൻ യാത്ര ചെയ്യാറുണ്ട്. പലപ്പോഴും കുടുംബമായിട്ട് തന്നെ യാത്ര ചെയ്യാറുണ്ട്. എൻ്റെ മണ്ഡലം അല്ലാട്ടോ. അപ്പോൾ ആ മണ്ഡലത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ മക്കളോട് 2 മാസം മുമ്പ്, തെരഞ്ഞെടുപ്പിന് 2 മാസം മുമ്പ് പറഞ്ഞു, മതിലിലും പല സ്ഥലങ്ങളിലും എല്ലാം മാമന്റെ ഫോട്ടോ കാണിച്ചു തരാട്ടോ. 2 മാസം മുമ്പ് പോയപ്പോൾ ഒരു പോസ്റ്റർ പോലും ഒരു മതിലിൽ പോലും ഇല്ല. അത് കഴിഞ്ഞിട്ട് ഒരു മാസം മുമ്പ് അതിലെ കുട്ടികളെയും കൂടി യാത്ര ചെയ്തപ്പോൾ അപ്പോഴും പറഞ്ഞു ഇപ്പൊ വന്നിട്ടുണ്ടാവട്ടെ പോസ്റ്റർ, എന്നിട്ടും പോസ്റ്റർ ഇല്ല. ഇനി 2 ആഴ്ച മുമ്പ് പോയപ്പോൾ കൃത്യമായിട്ട്, അതായത് 1.5 ആഴ്ച മുമ്പ് എന്ന് തന്നെ പറയാം, 1.5 ആഴ്ച മുമ്പ് പോയപ്പോൾ ഈ വ്യക്തിയുടെ ഫോട്ടോ ഉണ്ട്. അതായത് UDFകാരും LDFകാരും അവരുടെ പോസ്റ്ററുകളെല്ലാം എല്ലായിടത്തും ഒട്ടിച്ചു കഴിഞ്ഞതിന് ശേഷം മതിലിന്റെ ഇടുക്കുകളിൽ ആളുകൾ മൂത്രമൊഴിക്കാനൊക്കെ പോകുന്ന സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളിൽ ഇദ്ദേഹത്തിന്റെ 1ഓ 2ഓ പോസ്റ്ററുകൾ കണ്ടു എന്നുള്ളതല്ലാതെ വേറെ ഒരു പോസ്റ്ററും കാണാൻ സാധിച്ചില്ല എന്നുള്ള ഒരു സത്യാവസ്ഥ. പക്ഷെ വേറൊരു കാര്യം നടന്നു, അദ്ദേഹം ഒരു പുതിയ വീട് വെച്ചു, പാർപ്പ് കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ഉദാഹരണം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനിലെ ആ ഒരു സംഭവം തന്നെ എടുക്കാം. അതായത് എൻ്റെ വീട്ടില് കൃത്യമായിട്ട് എല്ലാ പാർട്ടിക്കാരും വന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയുടെ നോട്ടീസ് അല്ലെങ്കിൽ അവരുടെ ചില ലഘുലേഖകളൊക്കെ ഉണ്ടാവുമല്ലോ, അതുപോലെയുള്ള കാര്യങ്ങൾ വീട്ടിൽ പലപ്പോഴും ഞാൻ ഉണ്ടാവാറില്ല. എന്നാലും വീടിന്റെ വരാന്തയിലെങ്കിലും കാണാൻ പറ്റിയത് കോൺഗ്രസിന്റെ ഒരു തവണ കാണാൻ സാധിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയുടെ നോട്ടീസും അവരുടെ പ്രകടന പത്രികയിലത്തെ ചില
ക്രക്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ചില പ്രധാന നോട്ടീസുകൾ ഉണ്ടാവും. അങ്ങനെയുള്ളത് 2 തവണ കണ്ടു. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാര് വോട്ടിന്റെ ആ ഒരു സ്ലിപ്പ് തരാനും വന്നു. പക്ഷേ BJP-യുടെ ഒരു നോട്ടീസോ ഒരു സ്ലിപ്പോ ഒരു പ്രവർത്തകനോ പോലും എൻ്റെ വീട് സന്ദർശിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോ യഥാർത്ഥത്തിൽ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പോ സുരേഷ് ഗോപി കലുങ്ക് സൗഹൃദ സംഭാഷണങ്ങൾ നടത്തുന്നു. അതേപോലെ തന്നെ വളരെ പ്രശംസനീയമായിട്ടുള്ള ഒരു പ്രവർത്തനം എന്ന് പറയാവുന്നത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നടന്നതാണ്. വളരെ മുന്നേ കൂട്ടി തന്നെ ഈ കുടുംബ സംഗമങ്ങള്, കോഫി വിത്ത് SG എന്നുള്ള കാര്യങ്ങളെല്ലാം അവിടുത്തെ ജില്ലാ പ്രസിഡന്റ് നേരിട്ട് മുൻകൈയെടുത്ത് അനീഷ് കുമാർ നടത്തി അതിന്റെ ഫലം കണ്ടു. അപ്പോ യഥാർത്ഥത്തിൽ ആരാണ് കുറ്റക്കാര്? ഇപ്പോ ഈ നമ്മളുടെ കേരളത്തിൽ തന്നെ 14 ജില്ലകളുള്ളതില് 2 ജില്ലകള് 3 തിരിച്ചിട്ടുണ്ട്. ബാക്കി എല്ലാ ജില്ലകളും 2 തിരിച്ചിട്ട് 30 ജില്ലാ പ്രസിഡന്റുമാരാണുള്ളത്. അതേപോലെ തന്നെ നിയോജക മണ്ഡലമാണെന്നുണ്ടെങ്കിലും, അതായത് ഇപ്പോ നിയമസഭാ അസംബ്ലി മണ്ഡലമാണെന്നുണ്ടെങ്കിലും 2 തിരിച്ചിട്ട് 2 നിയോജക മണ്ഡലങ്ങളായിട്ടാണ് പ്രസിഡന്റുമാരെ നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോ ആ ഒരു സാഹചര്യത്തിൽ പോലും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അത് ജോലിഭാരം കൂടുതലാണ്, ഒരു കോർപ്പറേറ്റ് കമ്പനി പോലെ തോന്നുന്നു, അതിലത്തെ അടിമപ്പണിക്കാരെ പോലെ തോന്നുന്നു എന്നുണ്ടെങ്കിൽ എന്താണ് യഥാർത്ഥത്തിൽ BJP ചെയ്യേണ്ടത്? എന്താണ് യഥാർത്ഥത്തിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ചെയ്യേണ്ടത് എന്നുള്ളത് പറയേണ്ടത് BJP അനുഭാവികളും BJPക്ക് വേണ്ടി വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കീഴ്ഘടകങ്ങളിലെ പ്രവർത്തകരുമാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.